SIP ഒന്നും ചെയ്ത് വെറുതെ സമയം കളയണ്ട. SIP ഒക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. SWP ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവം. SWP ചെയ്താൽ മതി, നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നതാണ് പല ആൾക്കാരും പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് SWPയുടെ ഫുൾ ഫോം എന്താണെന്നോ അല്ലെങ്കിൽ SWP എങ്ങനെ വർക്ക് ആവുന്നെന്ന് പോലും അറിയാതെയാണ് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് SWP, എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ശരിക്കും SWP നമ്മൾ ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് SWPനെ കുറിച്ച് ഒരു ഫൈനാൻഷ്യൽ കോണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. More powerful than SIP is something known as SWP. Power of SWP is something which people don't know. People just understand SIP. SWP की power SIP से 10x ज़्यादा. SIP is systematic investment plan. SWP is systematic withdrawal plan. That you can keep on withdrawing. Now the magic happens like this. I'll give you one very simple example. You invest 20,000 rupees a month for 20 years. At the end of 20 years, you will have a corpus of 2 crore rupees. So you can convert it into a SWP. You can say now I will not put money, I will withdraw money. And because it's 20 years, so now you would want to withdraw, let's say 2 lakh rupees out of it. So this 2 crore rupees, you can withdraw 2 lakh rupees for next 20 years from this corpus of 2 crore rupees. So effectively, you can withdraw 4.8 crore rupees out of a corpus of 2 crore rupees because once you withdraw 2 lakh, the balance is still compounding. Right. Imagine if you don't withdraw 2 lakh rupees, you withdraw only 1.5 lakh. So after 20 years, any guesses what will happen to your corpus? Your corpus will be 7 crore rupees. So you had 2 crore rupees, you have withdrawn 3.6 crore rupees, and after that you are sitting on 7 crore rupees, which you can give it to your kids or charity or whatever you want to do. That's your. സോ ഇവിടെ ആൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് 20,000 വെച്ചുകൊണ്ട് 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോടി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. സോ നിങ്ങളൊരു CAGR, അതായത് ഒരു ആനുവൽ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഒരു 12.5% റിട്ടേൺസ് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് എന്നാണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ 2 CR അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നമുക്കപ്പോൾ SIP വഴി ആ 2 CR ഉണ്ടാക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് 2 ലക്ഷം വെച്ച് നമ്മൾ എല്ലാ മാസം വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ 2 ലക്ഷം വെച്ച് കിട്ടുമോ, ഇത് അത്യാവശ്യം കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് 20 കൊല്ലം നമ്മൾ SIP ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ SWP ചെയ്യാൻ പോകുന്നത്. സോ 20 കൊല്ലം കഴിഞ്ഞ് 7% ഇൻഫ്ലേഷൻ റേറ്റോടെ നോക്കുകയാണെന്നാണെങ്കിൽ 2 lakhs എന്ന് പറഞ്ഞാൽ കറന്റ് ഇപ്പോഴത്തെ 52,000 രൂപയുടെ വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ അയാൾ വേറൊരു എക്സാമ്പിളും പറഞ്ഞു, 1.5 ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുന്നു. 1.5 ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുകയാണ് എന്നാണെങ്കിൽ ഏതാണ്ട് ഇപ്പോഴത്തെ കറന്റ് ഒരു 39,000 രൂപയുടെ വാല്യൂ മാത്രമേ ഇതിന് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ അദ്ദേഹം പറയേണ്ടായിരുന്നു, നമ്മൾ SWP ചെയ്യുമ്പോൾ പോലും നമ്മളെ കൊണ്ട് 20 കൊല്ലത്തോളം നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺസ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. ആ റിട്ടേൺസ് എന്ന് പറയുന്നത് 12.5% വെച്ച് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺസ് എല്ലാ കൊല്ലവും കൺസിസ്റ്റൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ നമ്പേഴ്സിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഒരിക്കലും എല്ലാ കൊല്ലവും സിമിലർ ആയിട്ടുള്ള റിട്ടേൺസ് അല്ല തരാൻ പോകുന്നത്. മാർക്കറ്റിൽ കറക്ഷൻസ് വരാം, ക്രാഷ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും നടക്കാം. സപ്പോസ് നിങ്ങൾ SWP ചെയ്യാണ്, നിങ്ങൾ ആദ്യത്തെ കൊല്ലം നല്ല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടി. രണ്ടാമത്തെ കൊല്ലം നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മാർക്കറ്റിലാണ് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്, മാർക്കറ്റ് ഒരു 40% ക്രാഷ് ആയി എന്നാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് താഴോട്ട് വരികയും ചെയ്യും. ഫർദർ SWP അല്ല, നിങ്ങളോട് വേറെ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റില്ല. സോ ഒരിക്കലും 12.5% വെച്ചുകൊണ്ട് 20 കൊല്ലത്തേക്ക് SWP ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ നമ്മൾ അത്യാവശ്യം SWP ചെയ്യാൻ പോവുകയാണെന്നാണെങ്കിൽ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ വളരെയധികം സേഫ് ആണ് എന്നാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഡെറ്റ് ഫണ്ട്സിലേക്കോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് മേ ബി കുറവായിരിക്കാം, ഒരു 8%, 9% മാത്രം നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടാവുള്ളൂ. ബട്ട് നമുക്ക് ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഡ്രോപ്പ് ബാക്ക് എന്ന് പറയുന്നത് വോളറ്റിലിറ്റിയാണ്. സോ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായി അത്യാവശ്യം 20-30% വീണ് കഴിഞ്ഞാൽ SWP ഒന്നും വർക്കാവില്ല. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഡെറ്റ് ഫണ്ട്സോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മേ ബി റിട്ടേൺസ് കുറഞ്ഞായിരിക്കാം, ബട്ട് സ്റ്റിൽ നമ്മുടെ ക്യാപിറ്റൽ വളരെയധികം സേഫ് ആയിരിക്കും. ഒരു 8-9% വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ആനുവൽ റിട്ടേൺസും ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ SIP ഒന്നും ചെയ്യാതെ നേരെ SWP ചെയ്യാൻ പോവുകയാണെന്നാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ലംസമുള്ളൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വർക്കൗട്ട് ആവുള്ളൂ. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു 50 ലക്ഷം, 1 കോടിയൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൈസ ഡയറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് SWP ചെയ്യാൻ പറ്റും. അതല്ലാതെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, SIPയും SWPയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എങ്ങനെയാണ് SIPയും SWPയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുക? നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് വളർന്നുകൊണ്ട് നല്ല രീതിയിലൊരു പൊസിഷൻ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ SWP ചെയ്യേണ്ടത്. അതല്ല എന്നാണെങ്കിൽ തുടക്കം തന്നെ നല്ലൊരു ക്യാപിറ്റൽ ഉണ്ട് എന്നാണെങ്കിൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരിക്കലും SIPയും SWPയും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ തന്നെ ചോദിക്കുന്ന വളരെയധികം കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ കയ്യിൽ ഇത്രത്തോളം എമൗണ്ട് ഉണ്ട്, ഞാൻ എന്നൊരു ലോൺ എടുക്കാൻ പോകണം, എന്നിട്ട് ലോണ് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഞാൻ SWP വഴി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്താൽ ഓക്കെ ആണോ എന്നുള്ളത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മളൊരു ലോൺ എടുക്കുകയാണെന്നാണെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കുന്ന മിനിമം നമ്മൾ ഇൻട്രസ്റ്റ് പോലും 9%, 10% ഒക്കെയാണ്. നമ്മളോട് ഓൾറെഡി പറഞ്ഞു, നമ്മൾ SWP ചെയ്യുമ്പോൾ വളരെയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഏതാണ്ട് 8-8.5%. അതായത് ഞാൻ ലോൺ കൊടുക്കാൻ പോകുന്നത് 10%, എനിക്കിവിടെ കിട്ടാൻ പോകുന്ന റിട്ടേൺസ് ഒരു 8% ആണെങ്കിൽ ഒരിക്കലും ഇത് മാച്ച് ആവുന്നില്ല. സോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യരുത്. പല ഫൈനാൻഷ്യൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ടോപ്പിക്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പല കാര്യങ്ങളും സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമല്ല. നിങ്ങളെന്നെ ചിന്തിച്ചാൽ മതി, ലോൺ വരുന്ന എമൗണ്ട് കൂടുതലാണ്, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന SWP വഴി കിട്ടുന്ന എമൗണ്ട് കുറച്ച് കുറവാണെന്നാണെങ്കിൽ ഒരിക്കലും ഇത് മാച്ചപ്പ് ആവുന്നില്ല. ആൻഡ് വൺ മോർ തിങ്, SWP മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. സോ തീർച്ചയായിട്ടും അവിടെ റിസ്ക് എന്ന ഫാക്ടർ ഒരുപാട് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ SWP എവിടെ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രോപ്പർലി റിട്ടയർമെന്റ് പ്ലാനിങ് നോക്കുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെയായിരിക്കും ഈ SWP വളരെയധികം സ്യൂട്ടബിൾ ആയി വർക്കൗട്ട് ആവുന്നതും. സോ ഇത് എവിടെയാണ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളിപ്പോൾ റിട്ടയർ ആവാൻ പോവാണ്, അതായത് നാളെ റിട്ടയർ ആവാൻ പോകണമെന്ന് വിചാരിക്കുക. വരുന്ന ഒരു മന്ത്ലി എക്സ്പെൻസ് ഒരു 50,000 രൂപയാണ്. അതായത് ഇയർലി എക്സ്പെൻസ് വരാൻ പോകുന്നത് 6 ലക്ഷം. 6 ലക്ഷം ഇൻറ്റു 25 ഒരു 1.5 കോടി രൂപ ഓൾറെഡി SIP ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസയൊക്കെ സേവ് ചെയ്ത് ഒരു 1.5 കോടി രൂപ ഉണ്ട് എന്നാണെങ്കിൽ ഈ 1.5 കോടി രൂപ നമ്മളെ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് SWP ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡെറ്റ് ഫണ്ട്സിലേക്കോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സിലേക്കോ ഈ 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു 30 കൊല്ലത്തേക്ക് കണ്ടിന്യൂസ് ആയി 50,000 വെച്ചുകൊണ്ട് എല്ലാ മാസവും എടുക്കാൻ പറ്റുന്നതായിരിക്കും. അഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷൻ ആൻഡ് അഡ്ജസ്റ്റഡ് ടു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതായത് എൻ്റെ കയ്യിൽ ഇത്രത്തോളം എമൗണ്ട് ഉണ്ട്, ഈ 1.5 കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ എനിക്ക് അത്യാവശ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ല 12.5%, എനിക്കൊരു 8% റിട്ടേൺസ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പോലും എന്നെ കൊണ്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആയിക്കൊണ്ട് എല്ലാ മാസവും 50,000 വെച്ചുകൊണ്ട് 30 കൊല്ലത്തേക്ക് എന്നെ കൊണ്ട് പൈസ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതുപോലുള്ള അത്യാവശ്യം സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർ റിട്ടയർമെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് റിട്ടേൺസ് കിട്ടിയാൽ മതി. ഒരു റെഗുലർ ഇൻകം കിട്ടണം, ബാക്കിയുള്ള പൈസ അവിടെ നിന്ന് മാർക്കിൽ നിന്ന് വീണ്ടും വളർന്നോട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും SWP ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ നിങ്ങൾ വേറെ വല്ല ഫൈനാൻഷ്യൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്ന പോലെ ഒരു 15% വെച്ച് SWP നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി റിട്ടേൺസ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരു 15% വെച്ച് SWP ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിട്ടേൺസ് കിട്ടുമെന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ SWP ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എന്തെങ്കിലും തരത്തിൽ കറക്ഷനോ ക്രാഷോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് റിക്കവർ ആവാനും നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടാൻ പോലും വളരെയധികം ചാൻസസ് കുറവാണ്. കാരണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പൈസ വിഡ്രോവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ SWP ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക സേഫും അതുപോലെ തന്നെ കൺസർവേറ്റീവ് റിട്ടേൺസ്, കുറച്ച് റിട്ടേൺസ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 8, 9, 10% റിട്ടേൺസ് കിട്ടുന്ന കൺസർവേറ്റീവ് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പറായി ഫംഗ്ഷനിങ് ചെയ്തുകൊണ്ട് SWP വർക്കൗട്ട് ആക്കാൻ നോക്കുക. സോ ഈ വീഡിയോയിലൂടെ SWP എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ആവുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും SWP ഒരു അടിപൊളി ടൂൾ തന്നെയാണ്. പക്ഷേ മേക്ക് ഷുവർ അത് പ്രോപ്പറുള്ള രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ ആ ടൂൾ നമുക്ക് ബെറ്റർ ആവുള്ളൂ. അതല്ല എന്നാണെങ്കിൽ നമ്മളെ മേ ബി ഈവൻ ഫൈനാൻഷ്യലി ഡ്രോ ഡൗൺ ആക്കാൻ പോലും വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.